ഞാൻ ലോൺലിനെസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷേ നമ്മൾ കോളേജിലെല്ലാം പഠിച്ചു കഴിഞ്ഞ് വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യുമല്ലോ, ആ ഒരു സ്റ്റേജിലെത്തുമ്പോഴേ ശരിക്കും മനസ്സിലാവണം നമ്മൾ എത്രത്തോളം എന്താ പറയുക, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം എനിക്ക് ഇത്രയും ഡിസിഷൻസൊക്കെ ഒറ്റയ്ക്ക് ഇതിനു മുമ്പ് എടുക്കേണ്ടി വന്നിട്ടില്ല. ഒറ്റയ്ക്ക് താമസിച്ച് തുടങ്ങിയ പിന്നെയാണ് എത്രത്തോളം കാശ് നമ്മൾ ചിലവാക്കുന്നുണ്ട്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചെറിയ ചെറിയ രീതിയിൽ ചിലവാക്കി അത് കോമ്പൗണ്ടിങ് ആയി എത്രത്തോളം പൈസ നമ്മളൊക്കെ ചിലവാക്കുന്നുണ്ട് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. നമ്മുടെ വീട്ടുകാരുടെയൊക്കെ ചിലവിൽ അങ്ങനെ പോകുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അതായത് ആദ്യത്തെ മാസത്തെ റെന്റ് പോലും കൊടുത്തിട്ടില്ല. പക്ഷേ ഇനീഷ്യൽ സെറ്റപ്പ് ഉണ്ടല്ലോ, എല്ലാ സാധനങ്ങളും, അതായത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ചെറിയ സാധനം ഉപ്പ് പോലും തുടങ്ങി ഇരിക്കുന്ന സോഫ പോലും, അതുപോലെ എന്തെല്ലാം സാധനങ്ങൾ മേടിച്ചിട്ടും ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒരു പ്രോപ്പർ സിലിണ്ടർ ഇല്ല കുക്ക് ചെയ്യാൻ. കാരണം പുതിയ കണക്ഷൻസ് ഒന്നും ഇവിടെ കൊടുക്കണില്ല, ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടെന്നാണ് അവർ പറയണേ. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പം നിൽക്കുന്നത്. അതായത് ആദ്യമേ പറഞ്ഞ പോലെ എല്ലാ ഡിസിഷൻസും നമ്മൾ ഒറ്റയ്ക്ക് എടുക്കേണ്ട ഒരു അവസ്ഥയിൽ. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അതായത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, എനിക്ക് ആകെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ, അങ്ങനെ 2-3 പേരുണ്ട്. പക്ഷേ ഇൻ ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ. സോ ആ ഒരു സ്റ്റേജ് ശരിക്കും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് സുഖമായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാവണേ. ഞാൻ ആദ്യമായിട്ടല്ല വർക്ക് ചെയ്യണത്, പക്ഷെ ഇതിനു മുമ്പൊക്കെ വർക്ക് ഫ്രം ഹോമും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് PG ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ ഒറ്റയ്ക്ക് നിൽക്കണത്. എനിക്കിങ്ങനെ റോ ആയിട്ട് ഒന്നും എഴുതി വയ്ക്കാണ്ട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫോണിൽ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കണത്. ഇത് എവിടെന്നോ കയറി ഇങ്ങോട്ട് വന്ന ഒരു നായയാണ്. അതായത് കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് ഒരു ദിവസം ഇങ്ങനെ കയറി വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നായ്ക്കൾക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കരുത്, കാരണം അപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രശ്നമാണെന്ന്. ഞാൻ ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല, കാരണം ഇവനെ കണ്ടറിയാം നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആളാണെന്ന്. പക്ഷേ എപ്പോഴും അകത്തേക്ക് കയറി വന്നിട്ട് ആ ഒരു ഏരിയയിൽ ഇങ്ങനെ കിടക്കും. അവിടെ നിന്ന് പാസ് ചെയ്ത് അടുക്കള ഭാഗത്തേക്ക് വരില്ല, അവിടെ മാത്രം കിടന്നിട്ട് തിരിച്ചു പോകുന്ന ഒരാൾ. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം വർക്ക് കഴിയുമ്പോൾ ഏറ്റവും വലിയ റിലീഫ് എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ കയറി വരുമ്പോഴാണ്. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, കാരണം ഈ ഏരിയയിൽ കുറേ നാളായിട്ട് ജീവിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായത്. കണ്ടാൽ തന്നെ മനസ്സിലാവും, കാരണം പല ദിവസങ്ങളിലും ഞാൻ നടന്നു പോകുമ്പോൾ പല പല വീടുകളിൽ നിന്ന് പുള്ളി ഇറങ്ങിയാനാണ്. ഞാൻ സുബ്രഹ്മണി എന്ന് വിളിക്കണേ, എന്താണെന്നറിയില്ല, കണ്ടപ്പോൾ പെട്ടെന്നൊരു സുബ്രഹ്മണി ലുക്ക്. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് പറയാൻ ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല.